പൊളിറ്റിക്കൽ ഡ്രാമ അതാണ് നിയമസഭ ഇന്ന് കണ്ടത്. ഡ്രാമയുടെ സംവിധായകന് ഒരേ ഒരു നിബന്ധന മാത്രമാണ് ഉണ്ടായിരുന്നത്. താനാണ് സംവിധായകനെന്ന് നാട്ടുകാർക്ക് തോന്നരുത്. ഡ്രാമയിലെ നായകന് എതിരാണ് താനെന്ന് സംവിധായകൻ 2-3 ദിവസമായി വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എവിടെ മാധ്യമങ്ങളുടെ മൈക്കുകൾ കണ്ടാലും അത് മറക്കാതെ പറയുകയും ചെയ്തു. നായകൻ്റെയും കൂട്ടുകാരൻ്റെയും സൈബർ സംഘങ്ങൾ സംവിധായകനെ ഊടുപാട് ചീത്ത വിളിച്ചപ്പോൾ നാട്ടുകാർ ഉറപ്പിച്ചു, സഭാനാടകത്തിലെ നായകനായ രാഹുൽ മാങ്കൂട്ടത്തിന് എതിരെ കടുത്ത നിലപാടെടുക്കുന്നയാളാണ് നമ്മുടെ സംവിധായകൻ വി.ഡി. സതീശൻ. പാർട്ടി നടപടിയെ തുടർന്ന് വീടിന് വെളിയിൽ ഇറങ്ങാതിരുന്ന പാലക്കാട് MLA ആഴ്ചകൾക്ക് ശേഷം വന്നത് നേരെ നിയമസഭയിലേക്കാണ്. അതും ആദ്യ ദിനം തന്നെ. സഭയിലെത്തിയ രാഹുൽ പറഞ്ഞതുകൂടി ശ്രദ്ധിക്കണം. നേതാക്കളെ ധിക്കരിച്ചിട്ടില്ല എന്നുവെച്ചാൽ സഭയിലേക്ക് രാഹുൽ വന്നതിൽ പ്രതിപക്ഷ നേതാവിന് എതിർപ്പില്ലെന്നും സമ്മതമാണെന്നുമല്ലേ. എന്നിട്ടും ചില മാധ്യമങ്ങൾ ഇന്ന് പകലും ഇപ്പോഴും പറയുന്നത് ശ്രദ്ധിച്ചോ? വി.ഡി. സതീശൻ്റെ നിർദ്ദേശം തള്ളി രാഹുൽ സഭയിൽ. എന്ത് എതിർപ്പെന്നാണ് പറയുന്നത്? രാഹുൽ സഭയിൽ വരുന്നതിൽ പരസ്യമായി വി.ഡി. സതീശൻ എതിർപ്പ് പറഞ്ഞിട്ടുണ്ടോ? KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് അദ്ദേഹത്തിൻ്റെ മനസ്സിലിരിപ്പ് വ്യക്തമായി ഇന്നലെ തന്നെ പറഞ്ഞതാണ്. രാഹുലിന് വേണമെങ്കിൽ സഭയിൽ വരാം. സണ്ണി ജോസഫ് പറഞ്ഞത് ഇന്ന് തൃശ്ശൂരിൽ ഓർമ്മിപ്പിച്ചത് ആരാണെന്നറിയാമോ? ഷാഫി പറമ്പിൽ. ഇതാണ് പൊളിറ്റിക്കൽ ഡ്രാമ. വി.ഡി. സതീശൻ എതിർക്കുന്നു, ധിക്കരിച്ച് രാഹുൽ സഭയിൽ വരുന്നു. നാളെ മുതൽ സഭാ ചൂടിലേക്ക് എല്ലാവരും പോകുമ്പോൾ ഇത് മെല്ലെ കെട്ടടങ്ങുമെന്ന ആത്മവിശ്വാസമാകാം സഭയിലെ ഡ്രാമയുടെ സംവിധായകൻ വി.ഡി. സതീശന്. ഇത്തരം ഒത്തുകളികൾ അരിയാഹാരം കഴിക്കുന്ന മലയാളിക്ക് നന്നായി മനസ്സിലാവും.